stupid in the house of my wife and daughter. You will not see any minute of the today. ഇറങ്ങി പോടാ. ഹൈവാനത്തുൽ ഹബീബ് ജിബർലക. ആരെ പാപ്പച്ച മുതലാളി? പാപ്പച്ച മുതലാളി നമ്മളെ മറ്റേ സിനിമയിൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മള് പണ്ട് ചെയ്തിട്ടുള്ള ഒരു ചാലഞ്ചിന്റെ സെക്കൻഡ് പാർട്ടാണ്. ചാലഞ്ച് വിസ്പർ ചാലഞ്ച്. അപ്പോ നമ്മൾ ഇത് പണ്ട് നമ്മളെ ഈ ഒരു നമ്മുടെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് നമുക്ക് അതിന് വ്യൂസ് ഇല്ലായിരുന്നു. പിന്നെ അന്ന് നമ്മൾ ക്യാമറ അല്ല, നമ്മൾ ഫോൺ ക്യാമറയിലായിരുന്നു അത് കാണാനായിട്ട് ഒന്നും പോട്ട ആവശ്യമില്ല. നല്ല കോമഡി അത് കാണാൻ പോകണ്ട, നിങ്ങളിത് കണ്ടാൽ മതി. ഇത് കണ്ടാൽ മതി. അപ്പൊ അന്ന് തന്നെ ഞങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചാലഞ്ച് ചെയ്യുന്നു കേട്ടോ. അപ്പൊ അതിന്റെ പാർട്ട് 2 ആണ് ഇത്. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 കാണരുത് കാണരുതെന്നാണ് ഞങ്ങള് പറയുന്നത്. കാണാനൊന്നും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാണരുതെന്നാണ് പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സാധനങ്ങൾ എന്താ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ചെവിയിൽ ഉറക്ക പാട്ട് വെക്കും, എന്നിട്ട് ഒരു ഡയലോഗ്സോ അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ അവളെ എനിക്കും തരും, ഞാൻ അവർക്ക് തരും. കുറച്ച് വലുതൊക്കെ ഉണ്ടാവും കേട്ടോ. കുറച്ച് വലിയ ഡയലോഗ് അങ്ങനെ ഭയങ്കര ലെങ്തി ഒന്നും പറ്റും. അയ്യോ ഒന്നുമില്ല. അപ്പൊ നമ്മളിത് ചെവി ഉറക്ക പാട്ട് വെക്കും. പാട്ടൊക്കെ ഉള്ള സെറ്റപ്പ് ഒക്കെ അവിടെ ഉണ്ട്. ആ വീഡിയോയിലേക്ക് പോകും. അത്രയല്ലേ ഉള്ളൂ, അത്ര തന്നെ ഉള്ളൂ. സംഭവം അത്ര തന്നെ ഉള്ളൂ. പിന്നെ 3 പ്രാവശ്യം ചാൻസ് ഉള്ളൂ. 3 പ്രാവശ്യം പറയുള്ളൂ. പെട്ടെന്ന് പറയാൻ പറ്റുന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സ് പറയാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. അതെ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സൗണ്ട് കുറയ്ക്കണോ? ചെവി എങ്ങനെയുണ്ടോ? ഓക്കെ. വേഗം കൊടുക്കാനോ. ആദ്യത്തെ ഡയലോഗ് എന്താ വെച്ചാൽ, അപ്പൊ ക്ലച്ച് ഇടുമ്പോൾ ഗിയർ അമർത്തണം. അതാണ് ആദ്യത്തെ ഡയലോഗ് കേട്ടോ. ഫസ്റ്റ് പറയാം. ഒന്നാമത്തെ അമ്മൂനെ കടിച്ച് എന്ത് അപ്പോ മൂന്നാമത് ഇനി ഞാൻ പറഞ്ഞു കൊടുക്കൂല. അപ്പോ ക്ലച്ച് ചവിട്ടുമ്പോ ഗിയറ് വലിക്ക, ക്ലച്ച് ചവിട്ടുമ്പോ ഗിയറ് വലിക്കണം അല്ലേ? അതാണോ ഉറപ്പാണോ? യെസ്, എനിക്ക് തോന്നി അതായിരിക്കും. അപ്പൊ ഒരു ഡയലോഗ് എനിക്ക് അതാന്ന് തോന്നി. പിന്നെ ലാസ്റ്റത്തെ മറ്റേ ബാഹുബലിയിൽ എന്നൊക്കെ പറയുന്ന മാതിരി ലാസ്റ്റ് ഒരു സാധനം കാണാൻ എനിക്ക് തോന്നി. അതെനിക്കത് ഞാൻ കുറച്ച് ഓവറായിട്ട് പറഞ്ഞു കൊടുത്തു. ഇല്ല, ഓവറായിട്ടൊന്നും പറയില്ല. എനിക്ക് ബാഹുബലി തോന്നിയത്. ഞാൻ നെക്സ്റ്റ് ടൈം റെഡി ആയിക്കോളാം. നല്ലല്ലേ? സോറി. അപ്പോ ഇന്റെ ഫസ്റ്റത്തെ എന്താന്ന് വെച്ചാല് നേരാ തിരുമ്മി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അതാണ് എനിക്ക് ശ്രദ്ധ ഇവിടേക്ക് പോണു. ഫസ്റ്റ് ആയിട്ട് തുടങ്ങാം. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മൂന്നാമത്തെ അല്ല, രണ്ടാമത്തെ. മീനാക്ഷം അല്ല, പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. എനിക്കൊന്നും മനസ്സിലാവില്ല. മൂന്നാമത്തെ ലാസ്റ്റ് അത് പോയില്ല. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. എനിക്ക് മനസ്സിലാവില്ല. ഒറ്റ പ്രാവശ്യം കിട്ടൂല. അങ്ങനെയാ പറയുന്നേ. ഇത് ഞാൻ വിശ്വസിക്കണം അല്ലേ? അത് ഞാൻ കുറെ കണ്ടതാ. എനിക്ക് കിട്ടില്ല. നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ഇതെനിക്ക് കിട്ടിയതല്ലേ, ഇത് പറഞ്ഞു തന്നിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെയാണ്. അപ്പൊ എനിക്കൊരു പോയിന്റ് സ്ട്രൈക്ക് 0. ആ ഷോളിന്റെ അപ്പുറത്ത് കൂടെ വെക്ക്. അല്ല അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ ഞാൻ എടുത്ത് ഷമിക്ക് കൊടുക്കാൻ പോകുന്നത് ഓക്കെ.
ഒന്ന് നല്ല മായ എനിക്ക്. ഞാൻ നല്ല വായനക്ക്. എനിക്ക് പല്ല് മാത്രം കാണുന്നുള്ളൂ. അത് പല്ല് മാത്രം നോക്കിട്ട. ശ്രീന്റെ ചുണ്ട് അനങ്ങുന്നില്ലേ? ശ്രീന്റെ നാവ് മാത്രം അനങ്ങുന്നുള്ളൂ. ഞാൻ നല്ലോണം ആക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം ഒന്നുകൂടെ പറയാം. നാലാമത്തെ പ്രാവശ്യം ശരിക്കും പറയാൻ പോണത്. ഇപ്പൊ തൽക്കാലം മൂന്നാമത്തെ പ്രാവശ്യം ആക്കാം. ഒന്ന് മെല്ലെ പറയോ? നിർത്തിയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിനെക്കാട്ടി നന്നായിട്ട് ആരും പറഞ്ഞു കൊടുക്കൂല. എനിക്ക് ഇങ്ങനെ മാത്രം മനസ്സിലാവുള്ളൂ. എനിക്ക് വേറെ ഒന്നും മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞു തരട്ടെ. അൽ അന്ന വിൻഹാവഹ അൽ ഒട്ടഹ അൽ ഫതരു. എത്ര ഉള്ളൂ? കറക്റ്റാ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അത്ര എനിക്ക് കാണാമല്ലോ. കുറച്ചൊരു വായിക്കോട്ടെ. ഇവിടെയാണ് അതിന്റെ ഒരു കറക്റ്റ്. നമ്മള് പാട്ട് റെഡിയാക്കി. ഓക്കെ നെക്സ്റ്റ്. അപ്പം എനിക്ക് ഞാൻ തറബയൊക്കെ തന്നെ. ഇനി നമുക്ക് നല്ലൊരു അടിപൊളി ഇംഗ്ലീഷ് എടുക്കാൻ പോകാം. എനിക്ക് വായിക്കാതെ അറിയില്ല കേട്ടോ. Go always to fit in the house of my wife and daughter. You will not see any minute of me today. ഇറങ്ങി പോണം. ഇങ്ങനെ പറയാ. Go away to fit in the house of my wife and daughter. എന്താണ് എന്റെ കവിത പറയുന്ന? Any minute of me today. ഇറങ്ങി പോടാ. ഒന്നൂടെ ഇതൊന്നും ഇങ്ങനെ പിടിക്കൂ. ഇത് ഇങ്ങനെ വെച്ചാ. ഓക്കെ. House of my wife and daughter. You will not see any minute of me today. ഇറങ്ങി പോടാ. ലാസ്റ്റ് ഇറങ്ങി പോടാ. അല്ല എനിക്ക് ഇവിടെ കവിത പറയുന്ന പോലെ തോന്നിയത്. ഒന്നുകൂടെ നോക്കിക്കോ. Go away. തോന്നി ചുപ്പില്ല. ഇറങ്ങി പോടാ. ലാസ്റ്റ് അല്ല 3 കഴിഞ്ഞില്ലേ? ഓ ഈ പാട്ട് കോൺസെൻട്രേഷൻ പോടോ. ഇത്ര സ്പീഡിൽ പറഞ്ഞിരുന്നു. എനിക്ക് പറയുന്നത് 3 കഴിഞ്ഞി. ഇതാണ് വെറുതെ ഇട്ടേ. ഇതിന്റെ ആനുകൂല്യം വിചാരിച്ചു. എനിക്കിപ്പോ എന്താ പറയുന്നത്? Go away stupid in the house of my wife and daughter. You will not see any minute of the today. ഇറങ്ങി പോടാ. ലാസ്റ്റ് അതവിടെ ബാക്കി മറ്റേ ഇതില്ലേ സമയം പോയി. എത്ര നേരായി നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത്. Go away stupid in the house of my wife and daughter. You will not see any minute of the today. ഇറങ്ങി പോടാ. ഇത് സാധനമൊക്കെയാണോ തരുന്നത്? മറ്റേ ഹൈവാനത്തുള്ള ഹബീബി ജിബർലക്ക അതുമായിട്ട് ഒരു സാധനം തന്നിട്ട് ഈ നേരത്തെ അറബി ഇത് ആരും ജയിക്കൂലോ. ഇതിപ്പോ ഞാൻ ഈ നേരത്തെ അറബി തന്നു. ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് തന്നു. എനിക്ക് ഹിന്ദി പരിപാടി. പക്ഷെ ആമിക്ക് ഒരു പോയിന്റിലേക്ക് നിൽക്കണം കേട്ടോ. എന്നാ പിടി അങ്ക് സീറോ അല്ലേ? ഞാനെനിക്കൊന്നും കിട്ടാതെക്കൂലോ വിചാരിക്കുന്നത്. നിന്റെ വായിലേക്ക് നോക്കിക്കണ്ട. പക്കള് നോക്കി. ഇപ്പൊ ഞാൻ എടുത്ത ഷാമിക്ക് കൊടുക്കാൻ പോകുന്നു. ഹലോ മിസ്റ്റർ പരീര. ഹലോ മിസ്റ്റർ പെരേര അല്ലേ? ഹലോ മിസ്റ്റർ പെരേര അങ്ങനെ കുറയ്ക്ക് മനസ്സിലാവില്ലേ? ഹലോ മിസ്റ്റർ പെരേര എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവില്ല. ഹലോ മിസ്റ്റർ പെരേര. ഞാൻ ആക്ഷൻ തെറ്റിപ്പോയി. മോളെ പിടിച്ചോ. എനിക്കൊന്നും കിട്ടുന്നില്ല. ഇവക്കളൊക്കെ കിട്ടുന്നുണ്ട്. ഞാനിപ്പോ അപ്പൊ എനിക്കൊരു പോയിന്റും
ഇപ്പൊ 0 അല്ലേ? എനിക്കൊരു പോയിന്റ്, എനിക്ക് 2 പോയിന്റ്. ഇപ്പൊ ഞാൻ 2 എണ്ണം പറഞ്ഞല്ലോ. 2 പോയിന്റ്. ഇവിടെ തിരുത്താതെ നോക്ക്. അല്ല ഒന്നുമില്ല. അപ്പൊ കൊടുക്കാം. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാണ് മറ്റാരുമില്ല. ഓക്കെ. മനസ്സിലാവാ? ചുണ്ടോള് മര്യ കാണില്ല. ആരുമില്ല, അത് കിട്ടിയിരിക്കും. ആരുമില്ല, ആളെന്താ ബാക്കി എന്താ? ഒറ്റ മിനിറ്റ് പാട്ട് തീർന്ന്. അല്ല പാട്ട് തീർന്നില്ല. ആ പറ. അവിടെ ഉണ്ട്, നല്ലോണം ഉണ്ട്. ലിപ്പ് വരിയൊക്കെ ഓള് കിട്ടും, പകുതി കിട്ടിയെന്ന് തോന്നിട്ടാണെന്ന് തോന്നുന്നു. ആ പറ. ആരുമില്ലാന്ന് എനിക്ക് കിട്ടി. മനസ്സിലാവില്ല. ഒന്നോട് പറയൂ. പറ. ചുണ്ടടി മെല്ലല്ലേ പറയുന്നേ? അങ്ങനെ പറഞ്ഞിട്ട കാര്യം. എനിക്ക് മനസ്സിലായി. ഒന്നുകൂടെ പറഞ്ഞിരിക്കണ്ടേ? ഒറ്റ പാപ്പച്ചമ്പതിനാളിനെ പോലെ ആരും ഇല്ലാതെയാണോ? ആരുമില്ല, ആരുമില്ല. അവിടെ കളിക്കുന്നുണ്ട്. പാപ്പച്ചമ്പതിനാളിനെ പോലെ ആരും. അതോ ഇനിയുണ്ടോ? പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാരും ആരുമില്ല. പാപ്പച്ചമ്പതിനാളിന് പോരാറില്ല. അപ്പൊ നമ്മുടെ ലാസ്റ്റ് റൗണ്ട് ആട്ടോ. ഇത് ലാസ്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്ന കാര്യം. നമ്മളെല്ലാ വീഡിയോയും ഞങ്ങൾ വെറുതെ ബ്ലാ 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 സംസാരിച്ച് ഭയങ്കര ലെങ്ത് ആയി പോകാറുണ്ട്. അതിനോട് ഇത് നമ്മൾ ലാസ്റ്റ് ഈ സ്ഥലം പറയാൻ പോകട്ടോ. എനിക്കൊന്നും നോക്കാൻ അങ്ങോട്ട് കൊടുക്കാണ്ട് കേട്ടോ. അങ്ങനെ റൗണ്ട്, ലാസ്റ്റ് റൗണ്ട് അത്രേ ഉള്ളൂ. ഒന്നും കൊടുക്കാണ്ട് അത് മിക്കവാറും ഞാൻ കൊടുക്കും. അപ്പൊ ഞാൻ അടുത്ത ഷാമിക്ക് കൊടുക്കാൻ പോകുന്നു. ഷാമി കൊടക്കാൻ നിൽക്കണ്ട, കണ്ടാലും അറിയാം ചേച്ചിയാണ്. ഇതൊക്കെ കിട്ടരുന്നതാണ് എന്റെ ആവശ്യം. രണ്ടാമത് ഉടക്കാൻ നിൽക്കണ്ട, കണ്ടാലും അറിയാം ചെറ്റയാണെന്ന്. അപ്പൊ അത് കുറച്ച് കിട്ടി തുടങ്ങി. എന്താണ് അടുത്ത കിട്ടിയത്? അങ്ങോട്ട് ഫുള്ളല്ലേ? അതൊക്കെ ഫുള്ളാ. ഉടക്കാൻ നിൽക്കണ്ട, കണ്ടാലറിയാം ചെറ്റയാണെന്ന്. ഒന്നും മനസ്സിലാവില്ല. ഇത് മൂന്നാമത്തെയാണ്. ഉടക്കാൻ നിൽക്കണ്ട, കണ്ടാലറിയാം ചെറ്റയാണെന്ന്. എനിക്ക് പല്ലേ കാണുള്ളൂ, ഇച്ചിരി വായ തുറക്കുന്നില്ല. ഞാൻ തുറക്കുന്നുണ്ട്. ഇല്ല, എന്നാ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കാം. തല ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാവില്ല. ഞാൻ പിടിച്ചേട്ടാ, എനിക്ക് ആയി പോണു. നിൽക്കണ്ട, കണ്ടാലറിയാം ചെറ്റയാണെന്ന്. എനിക്കൊന്നും മനസ്സിലാവില്ല. ഇല്ലല്ലോ, ഉടക്കാൻ നിൽക്കണ്ട, കണ്ടാലറിയാം ചെറ്റയാണെന്ന്. എനിക്കറിയില്ല ആ ഡയലോഗ്, ഞാൻ കേട്ടിട്ട് കാര്യമില്ല. ഉടക്കാൻ നിൽക്കണ്ട, കണ്ടാലറിയാം ചെറ്റയാണോ? മാമുക്കോന്റെ ആണോ? മിന്നാരം. പിന്നെ എടുത്ത് ക്ഷമിക്കുന്നോ? അയ്യോ, ഇവിടെ എന്തൊക്കെയായിരുന്നു ഗോഷ്ടി കാണിച്ചിട്ടൊക്കെ ആയിരുന്നു ഇവിടെ പറഞ്ഞിരുന്നു. അത് പറയാം, ഗോഷ്ടിമ കാണിക്കാം, പക്ഷെ തല എനിക്ക് ഒന്നും മനസ്സിലാവില്ല. അത് കണക്കല്ലേ.
അപ്പൊ ഇത് ലാസ്റ്റ് ആണ്. എനിക്ക് എഴുതാനല്ലേ അറിയൂ, എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ. ഏതാ ഭാഷ? എടി തല അലക്കണ്ടാ നീ എന്നോട് പറഞ്ഞിട്ട് നീ എന്നെ തല അലക്കുന്നോ? അത് ശരി, ഇപ്പൊ മനസ്സിലായില്ലേ? ആ അറിയില്ലല്ലോ, എവിടെയോ വരുന്നുണ്ട്. ബാക്കി എന്താ ഒന്നുകൂടെ പറ. ഒറ്റ മിനിറ്റ്. ലാസ്റ്റത്തെ രണ്ടെണ്ണം കൊള്ളാം. അടിച്ചുണ്ടാണ് കളി പേടിപ്പിക്കല്ലേ. ഗ്യാപ്പില്ലാത്ത വാക്കാ ഇതൊക്കെ ഒരു വാക്കാണോ? ഒന്നുകൂടെ പറയോ? സെന്റൻസ് ആണ്. എന്ത് പറയൂ? ഒറ്റ തൊട്ടെ ലാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റ്. ഇതിനെ ഞാൻ പൊട്ടി. എടി നീ ആക്ഷൻ ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കണ്ട. പറയൂ. എനിക്ക് എഴുതാനില്ലേ അറിയോ, എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ. ഞാൻ എന്താ നമ്പർ അല്ല, എനിക്ക് എഴുതാനില്ലേ അറിയോ, എനിക്ക് വായിക്കാൻ അറിയില്ല. എന്തിനു വിശ്വസിച്ചേ? പെമ്പിള്ളാരെ ശല്യം ചെയ്യുന്ന അലവരാതി ജാതിന്നാ ഞാൻ കറക്റ്റ് തോന്നുന്നുണ്ട്. ഞാൻ കറക്റ്റ് ആക്ഷൻ ബുക്ക് കാണിച്ചു കൊടുക്കുന്നത്. അതൊന്നും ആയിരിക്കൂല. എനിക്ക് പറയാം ഞാൻ ആക്ഷൻ അല്ല. പിന്നെ സത്യം പറയണേ. പെമ്പിള്ളാരെ ശല്യം ചെയ്യുന്ന അലവരാതി ഷാജി. എനിക്ക് എഴുതാനെന്റെ അറിയോ, വായിക്കാൻ അറിയില്ലല്ലോ. അപ്പൊ ശ്രീക്ക് 0, എനിക്ക് 2 പോയിന്റ്. അപ്പൊ ഈ ഗെയിമില് ഞാനാണ് വിന്നർ ആയിരുന്നത്. എല്ലാവർക്കും ഒരു പരാതി ഉണ്ടായിരുന്നു ഞാൻ ഗെയിമില് അങ്ങനത്തെ ഗെയിമില്. ഇത് വേറെ ടൈപ്പ് ഗെയിം. എന്തായാലും ഗെയിമല്ലേ, ചാലഞ്ച് അല്ലേ. അപ്പൊ ചലഞ്ചിലൊക്കെ ഷാമിങ് ഗെയിമിലൊക്കെ ഞാൻ. പിന്നെ എനിക്ക് ഒരു കുമ്പസാരം നടത്താണ്ട്. നേരത്തെ പറഞ്ഞ ശരിയാ. എന്ത് പറഞ്ഞത്? എനിക്കൊരു അപ്പൊ ഈ അപ്പൊ ഞാൻ പൊട്ടിയിലൊന്നുമില്ല. പൊട്ടിയിലുണ്ട്, പക്ഷെ നല്ല ഭയങ്കര സമ്മതിച്ചു തരും. ഇവക്ക് 2 മാർക്ക്, എനിക്ക് 1 മാർക്ക്. അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ അവസാനം കറക്റ്റ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തോണ്ട് ഞാൻ മര്യാദയല്ലേ പറഞ്ഞത്. അതല്ല, ഞാൻ ആക്ഷൻ കാണിച്ചു തന്നോട്. അതുകൊണ്ടല്ല ആക്ഷൻ ഞാൻ ഇപ്പൊ ശ്രദ്ധിച്ചു. ആക്ഷൻ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ വിശ്വസിക്കൂല. ഞാൻ വിശ്വസിക്കില്ല. ഇപ്പൊ ശ്രീ പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ല. ഏടാ ഓൾ ആക്ഷൻ വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാലോ ഓൾ എന്തൊക്കെ ആക്ഷൻസ് കാണിച്ചത്. അതും ആയിക്കോട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ കമന്റ് ബോക്സ് പറയാം. അത്രയേ ഉള്ളൂ. അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ this is ശ്രീലക്ഷ്മി. This is Shamia. Signing off.